ഹരി, പ്രതിപക്ഷ നേതാവിന് വേറെ ജോലിയില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ വിമർശിക്കുമ്പോൾ ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങൾ. ഹരി, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? ഈ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ അത് ഈ പാർട്ടി പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുന്നു എന്നുള്ള തിരിച്ചറിവാണോ ഇപ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ ഒരു വിമർശനവുമായി മുന്നോട്ട് വരുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയത്? അതുകൊണ്ടാണോ അത്തരമൊരു വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്? പക്ഷേ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതിപക്ഷ നേതാവിന്റെ പണി ഇതാണ്. അതായത് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ ഉണ്ടായാലും, പ്രത്യേകിച്ച് സർക്കാരും അതോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള സമീപനം ഉണ്ടായാലും അത് തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി, അദ്ദേഹത്തിന്റെ ജോലി. അത് ഭംഗിയായി കഴിഞ്ഞ 6-7 വർഷങ്ങളായി, 19 വർഷങ്ങളായിട്ട് അദ്ദേഹം നന്നായിട്ട് ശ്രീ വി ഡി സതീശൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവരൊക്കെ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു ദേവസ്വം ബോർഡ്, മഞ്ജുഷിന് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. DYFI ആണ് അത് പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSന്റെ ശാഖകൾ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി വന്നിരുന്നു. ആ പരാതിയെ അന്നത്തെ ദേവസ്വത്തിന്റെ പത്മകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, ഇന്ന് പത്മകുമാറിന്റെ സംസ്ഥാന കമ്മിറ്റി പോലും ഇല്ല. ആ പത്മകുമാർ അത്തരത്തിലൊരു ഉത്തരവ് കൊടുത്തു. അതേ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ RSSന്റെ ശാഖകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളിൽ നിന്നും അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ആ ശാഖകൾ അമ്പലത്തിനകത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ശാഖയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം രാജ്യജനങ്ങൾക്കൊക്കെ അറിയാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അവര് സംസാരിച്ച്, അല്ലെങ്കിൽ അവരുടെ നേരത്തെ ഇവിടെ ശ്രീത്ത് പറഞ്ഞ പോലെ ഗണഗീതം മുതൽ ഇങ്ങോട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഇതുപോലുള്ള പുഷ്പനെ അറിയാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് കൂടി എന്തെങ്കിലും വെറുതെ കാട്ടുമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തെ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം ശരി എന്ന് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. ആ തീരുമാനം അതിന്റെ ആവശ്യമില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല അമ്പലങ്ങൾ വിശ്വാസികളുടേതാണ്. ഇപ്പൊ ശബരിമല സംഭവം വന്നല്ലോ. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഇത് ശബരിമല വിഷയത്തിൽ മാത്രമല്ല, ഏതു മതവിശ്വാസികളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളത് വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, മതവും രാഷ്ട്രീയവും രണ്ടായി കൊണ്ടുപോകണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആൾ കൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്റെ സ്വകാര്യമായ ഒരു സംഭവമാണ്. അപ്പൊ ഞാനിപ്പോ നോക്കുകയാണ്, ഇവിടെ ദീപ് പറഞ്ഞ കാര്യം, ഹരി, ഇവിടെ കാവിക്കൊടികൾ ഉയരുന്നുണ്ടല്ലോ എന്നാണ്. അതിനപ്പോൾ പ്രതിപക്ഷ നേതാവിന് ബുദ്ധിമുട്ടില്ലേ എന്നാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അതൊക്കെ വരുന്ന മഞ്ജുഷേ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കടയ്ക്കൽ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയം, അപ്പം അത് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഓഡിറ്റോറിയം ഒന്നും അല്ലല്ലോ, കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ, ഇനി പോട്ടെ, ഇപ്പൊ ദീപ് പറഞ്ഞതുപോലെ അവിടെ ചിലപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, തരത്തിൽ അദ്ദേഹം അവിടെ ഇരുന്ന പ്രേക്ഷകർ ആവശ്യപ്പെട്ടു പുഷ്പനെ അറിയാമോ എന്ന ഗാനം കേൾക്കണം. ആയിക്കോട്ടെ, പുഷ്പനെ അറിയിച്ചോ, കുഴപ്പമില്ല, പാടിക്കൂ. പക്ഷേ അതിന്റെ പുറകിൽ DYFIയുടെ കൊടി കാണിക്കുന്നതാണെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. എത്ര വലിയ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കായി, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവനെ വിളിച്ചുകൊണ്ട് പോയി ഒരു വലിയ അവാർഡ് കൊടുക്കണം, അവന് നൊബേൽ സമ്മാനം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയാറുള്ളൂ വലിയ സമ്മാനങ്ങൾ അവന് കൊടുക്കണം. കാരണം അത്ര മിടുക്കനാണ്. പാട്ട് കേൾക്കുന്നതിന് മുമ്പ് DYFIയുടെ കുടിയിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിജിറ്റൽ സംവിധാനമുള്ള ഒരുത്തനാണെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഇതൊക്കെ ദീപു ഒരുപക്ഷെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതൊക്കെ കൃത്യമായി പറയാൻ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മെയ്വഴക്കത്തോടുകൂടി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപു, എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ കൃത്യമായി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഇതിൽ മാത്രമല്ല കേട്ടോ, എല്ലാ അമ്പലങ്ങളും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രഖ്യാപിതമായ CPMന്റെ നയമാണ്. ഞാൻ പറയുന്നത്, എന്തിനാ ഈ അമ്പലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത്? വിശ്വാസികൾ അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷണം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് മഞ്ജുഷനോട് ചോദിച്ചു, കാവിക്കൂടി വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSനെ അന്ന് ഇതൊക്കെ ഈ പറയുന്നത് പോലെ എല്ലാ ദേവസ്വങ്ങളുടെയും അമ്പലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പലങ്ങളും ഒരു ആരാധനാലയങ്ങൾ, ഇത് മാത്രമല്ല, അത് പള്ളിയായിക്കോട്ടെ, മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, ഗുരുദ്വാര ആയിക്കോട്ടെ, അതെല്ലാം വിശ്വാസികൾക്കുള്ളതാണ്. അവിടെയുള്ള ആചാരങ്ങൾ അവിടെയുള്ള വിശ്വാസികൾക്കാണ്. വിശ്വാസമുള്ളവർ അവിടെ പോയാൽ മതി. വിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞ് പേക്കൂത്ത് നടത്തുന്ന സമീപനം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിന് പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ അതിഗംഭീരമായ പല പരിപാടികളും അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും വൃത്തികെട്ട തരത്തിലുള്ള പരിപാടിയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന, അവിടെ കരോക്കെ കഴിഞ്ഞതിന്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഡാൻസ് വന്നപ്പോൾ ആ ഡാൻസ് പിന്നെ അടുത്ത വർഷം മുതൽ ഉണ്ടാകരുത്. കാരണം ഡാൻസ് എന്നൊക്കെ പറയുന്നത് സിനിമാറ്റിക് ഡാൻസുകൾ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ പരിപാടികൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വരുത്തി, അതായത് എന്ത് പേക്കൂത്തും കാണിക്കാനുള്ള സ്ഥലമല്ല അമ്പലം എന്നതുകൊണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, അമ്പലത്തിനുള്ളിലാണെങ്കിൽ
അതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി തന്നെ. ഇനി ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലാണെങ്കിൽ അതിലേറെ, കാരണം പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിനകത്ത് താങ്കൾക്ക് അറിയാവുന്നതുപോലെ അമ്പലത്തിനകത്ത് നടത്തുന്ന, നേരത്തെ ശ്രീത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓട്ടം തുള്ളൽ പോലുള്ള കാര്യങ്ങൾ, കൂത്ത് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അമ്പലത്തിനുള്ളിൽ നടത്തും. അമ്പലത്തിന് പുറത്ത് നടത്തുന്നത് കമ്മിറ്റിക്കാരാ, പ്രത്യേക കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി എടുക്കും. ഇപ്പൊ നേരത്തെ ദീപ് പറഞ്ഞതുപോലെ ഇതൊരു ഉത്സവ കമ്മിറ്റി ആയിരിക്കും നടത്തുന്നത്. ആ ഉത്സവ കമ്മിറ്റിയിലകത്ത് തലയിൽ ആളുതാമസം അല്ലെങ്കിൽ തലയിൽ അല്പം ബോധമൊക്കെ ഉള്ള ആളുകളായിരിക്കും ഉണ്ടാവും. അവർക്കൊക്കെ അറിയാം എന്ത് പരിപാടി അവിടെ നടത്തണം, എന്ത് പരിപാടി അവിടെ നടത്തിക്കൂടാ. അതുകൊണ്ട് ഇതൊന്നും കാണിച്ചുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ഇന്നലെ ഒരു പാട്ടൊക്കെ പാടി ഇതൊക്കെ കാണിച്ചത് കൊണ്ടൊന്നും ജനങ്ങൾ ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അവർ നിങ്ങളെ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുകയുള്ളൂ. ദയവേത് ഇത്തരത്തിലുള്ള പേക്കൂത്തുകളുമായി ക്ഷേത്രങ്ങളെ ജനങ്ങൾ അവരുടെ മനസ്സിൽ, എന്താണ് നമ്മൾ പറയാറില്ല, എന്താണ് വിഗ്രഹം പോലെ, വളരെ വലിയ വിഗ്രഹം പോലെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ കാണുന്ന ആളുകളാണ്. ശരി, ഡോക്ടർ വി ജയരാജ്.